ഗോപ്രോ ഓണായി. അതെന്താടി അങ്ങനെ സംസാരം? അപ്പൊ ഞാൻ പൊട്ടനാണ്. പൊട്ട മരം ഒടിഞ്ഞു വീഴുന്നു, പെട്ടു. ഇവിടെ ഇതുവരെ ഒരു പെണ്ണിനെ പ്രാപിച്ചില്ല. ഞങ്ങൾ തുടങ്ങി തട്ടേട. എല്ലാരും പറഞ്ഞു കല്യാണം വിളിക്കുന്നത് പോലെ പറയാനുണ്ട്. ഹലോ ഗൈസ്, അബിജാർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഷൂട്ടിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മഴ ചതിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്നൊരു ഷൂട്ട് കിട്ടും. പഴയതുപോലെ തന്നെ പേടിക്കണ്ട. നമ്മുടെ ആ പഴയ കോംബോ ഉണ്ടല്ലോ, ആ കോംബോയാണ് AJS അജാസ് ആ കോംബോയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് നേരെ നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ പോകണം. ഗൈസ്, ഞാൻ ഇപ്പം ശരണ്യരെ വീട്ടിൽ പോവുകയാണ്. അപ്പൊ അവൾ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇനി അവളെയും പിക്ക് ചെയ്ത് നേരെ ഇനി ജയദേവിനെ എടുക്കാൻ പോകണം. അവളുടെ അവിടെ നല്ല മഴയെന്ന് പറയാനായിട്ട്. അപ്പൊ അവനെയും പിക്ക് ചെയ്ത് നേരെ നമ്മൾ സ്പോട്ടിൽ പോകണം. സമയമില്ല, മഴയും ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് വളരെ മോശമാണ്. ഞാൻ കോസ്റ്റ്യൂം ഒന്നും ഇട്ടില്ല. ഇനിയിപ്പം അവിടെ ചെന്നിട്ടിടാം. മഴയാണെങ്കിലേ പിന്നെ എല്ലാ ചെളിയെല്ലാം കൂടെ ആണെങ്കിൽ കടുക്കും. ഇപ്പം ഞാൻ വണ്ടി എടുത്ത ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ശരണ്യരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്ന് പാട്ട് ഏതാണെന്നൊന്നും പറയാനുള്ള സസ്പെൻസാണ്. നമ്മളൊന്നും തീരുമാനിച്ചില്ല പാട്ട് ഏതാണെന്ന്. നിങ്ങൾക്ക് വരുമ്പോൾ കാണാം. ഓക്കെ, അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോട്ട്. ഞാൻ ശരണ്യരെ വീണ്ടും അവിടെ എത്തി. ഞാൻ അവളൊന്ന് വിളിക്കട്ടെ. ഞാൻ ചീത്ത വിളിക്കും കേട്ടാ, നേരത്തെ വരാൻ പറഞ്ഞു. ഹലോ, എവിടാ? പുരപ്പുറത്താണെങ്കിൽ ഇറങ്ങി കീഴെ ഇറങ്ങി വാങ്ങേ. ഞാൻ എന്താ റോട്ടിൽ ഇറുക്കല്ലോ മുറുക്ക് വല്ല തിന്നാണ്ടോ? വിശക്കണ്. നീ ചുമ്മാ അമ്മയെടുത്ത് പറഞ്ഞ് എന്തത് എന്തരന്ന്? ഇനി ബക്കറ്റ് തുണി അന്നത്തെ കണക്ക് മുന്തിരിയൊക്കെ എടുത്തോണ്ട് വാ. എടി ഇന്നലത്തെ പെട്ടെന്നാ ഇപ്പൊ വരും. ഓ വിശക്കണം. അന്ന് പാവം മുന്തിരിയൊക്കെ കൊണ്ടുവന്നു കേട്ടാ. മുന്തിരി, ബിസ്ക്കറ്റ്, മിച്ചർ, ചിപ്സ്. പക്ഷെ ഞാനും അവനും കൂടെ നമ്മള് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കയറി കഴിഞ്ഞ ഷൂട്ടിന് വേഷ ബിരിയാണിയൊക്കെ തിന്ന് മകന്തിരിയെ നമ്മള് വേഷ തിന്ന് എത്തി. അതാ വരുന്നുണ്ട്. ഒരുങ്ങി കെട്ടിയൊക്കെ വരെയാണ് കേട്ടോ. അയ്യോ, ഇത് ആരിത്? സിൽപ്പറ കിടക്കണണ്ട. നമസ്തേ. എക്യുപ്മെന്റ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. ഓ, ഫോണ് ഭയങ്കര പാടടി. അനുശ്രീ പോലെ ഇല്ലേ? അച്ഛ ഇരിക്കണ്. മേക്കപ്പ് കുറച്ച് കൂടിയെങ്കിലേ ഉള്ളു. മേക്കപ്പ് ഒന്നുമില്ല. അവളെ മോൻ കാണിച്ചാണ്. അത് ക്രീം, ജസ്റ്റ് ക്രീം, സൺക്രീം. നിന്റെതൊക്കെ അവിടെ കഴിക്കാട്. വിശക്കണം. നിനക്ക് എന്തൊക്കെയോ തന്നു കിട്ടിട്ടുണ്ട്. ഓ പാവ അമ്മ, അമ്മയ്ക്കെങ്കിലും സ്നേഹം ഉണ്ടല്ലേ. വിശക്കണം. അമ്മ തന്നെങ്കിലും അത് ഞാനെടുത്ത് ബാഗിൽ വെക്കണം. മാങ്ങ. പിന്നെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി 2 മാങ്ങ. ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞതിന് ശേഷമുള്ളത് കണ്ടില്ലല്ലേ? ഇനി പിച്ചാത്തിയാ? ചിപ്സ്. പാവം കൊച്ചിന്റെ ഫുഡ് ആയിരിക്കല്ലേ? പിന്നെ എന്ത് അങ്ങ് അവന്റെ വീട് വരെയാ? ജയദേവിന്റെ വീട് വരെ ഞാൻ ഇതിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കണോ? വേണ്ട, കുറച്ചൊക്കെ സംസാരിച്ചിട്ട് നീ എന്തോ ചെയ്തോ. അമ്മേ, എനിക്കൊരു മാല മേടിക്കണം. ഏതെന്നറിയാമോ? മിനറൽ വാട്ടർ മേടിക്കണം. വാട്ടർ. ഏത് മാലയെന്നറിയാമോ? മറ്റേ കറുത്ത നൂലില് കുഞ്ചലുള്ള മാല. കുഞ്ചലോ അല്ലല്ലേ, ശങ്കുളോ മറ്റേ സാധനം ഉണ്ടല്ലേ എടി, മറ്റേ രുദ്രാക്ഷ. ആ സാധനം തന്നെ, രുദ്രാക്ഷം. ഈ രുദ്രാക്ഷത്തിന്റെ മരം എന്റെ വീടിന്റെ അവിടെ ഉണ്ടായിരുന്നു. മരമല്ല, മാല. മരത്തിന് രുദ്രാക്ഷം ഉണ്ട്. അത് ഒരു ചെറിയ കായാണ്. വീട്ടില് വന്ന് അതെനിക്കറിയാം. മറ്റേ ഒരു കാ അതുപോലെ ഇരിക്കണത്. മറ്റേ ഒരു കായല്ല, ഏതുപോലെ ഇരിക്കണേ ഒരു കാ. അത് ഞാൻ പറഞ്ഞു രുദ്രാക്ഷം പോലെ മറ്റേ മുള്ളു പോലത്തെ ഒരു കായല്ലേ? ഈശ്വര, അങ്ങനെയൊന്നും അല്ല. പിന്നെ എടാ, അത് കാ കണ്ട അത് രുദ്രാക്ഷത്തിന്റെ ആണെന്ന് പറയൂല. ഒരു ബ്ലൂ കളറാണ്. നമ്മള് ഗോലി പോലെ ഇരിക്കും. എന്നിട്ട് അതിങ്ങനെ ചെത്തി മറ്റേ
പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് കളയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റ്. എനിക്കും അതുകൊണ്ടാണല്ലോ മിനറൽ വാട്ടർ വാങ്ങണം, ഇല്ലെങ്കിൽ നിന്റെ തൊണ്ടയിലിരിക്കും. ഞാൻ ഉപ്പിലൂടെ ഉറപ്പിച്ച്. എന്താ ജീവിതത്തിൽ കുറച്ച് വെറുപ്പേര് വേണം, എങ്കിലേ നമ്മുടെ ജീവിതം കളർഫുൾ ആണ്. ഞാൻ കഴിച്ചു രാവിലെ. എനിക്ക് അമ്മ ദോശ. നീ അടുക്കളക്കാരെ പണിയൊന്നും ചെയ്യില്ലല്ലേ? എന്തിനീ? അരിഞ്ഞു കൊടുക്കും. അല്ല കറി വെക്കാൻ അറിഞ്ഞൂടല്ലേ? കറി വെക്കാൻ അറിയാം, എന്തിനു വെറുതെ കൊളോ മര്യാദക്ക്. അത് അമ്മ ചെയ്യാൻ പറയുമ്പോഴേക്ക് ഞാൻ ചെയ്യാം. ഇപ്പൊ വെയിലുണ്ടല്ലോ, രാവിലെ മറ്റേ 5 മണിക്ക് എഴുന്നേറ്റിട്ട് മറ്റേ അമ്മയും അച്ഛനെ അടുത്തടുത്തിരുത്തിയിട്ട് മറ്റേ അവള് പ്രാങ്ങിയ വീണ. ഞാൻ രാവിലെ 5 മണി അത് ചെയ്യണമെന്നുണ്ടായിരുന്നു, അച്ഛന്റെ അവരെ റിയാക്ഷൻ കാണാൻ വേണ്ടിട്ട്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്. അച്ഛൻ എനിക്ക് അമ്മയെക്കാൾ ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ അച്ഛൻ ഒരു ചിരിയായിരുന്നു സംഭവം. അച്ഛനെ എനിക്ക് രണ്ടുപേരെ പിടിച്ചിരുത്തിയിട്ടേ അച്ഛൻ ചെയ്യണം, പുതിയ സീരിയലിലത്തേക്കുള്ള ഓഡീഷൻ ഇങ്ങനെയാണ് അച്ഛാന്ന് പറഞ്ഞിട്ട്. ജയദേവന് വെച്ചില്ലെങ്കിൽ അവൻ കൊല്ലും. അല്ലെങ്കിൽ ഒരു ആരോ റൂട്ട് മേടിക്കാം, മിനറൽ വാട്ടർ മേടിക്കാം. മാല മേടിക്കണം. അയ്യോ ഇവിടെ ഫാൻസി ഉണ്ട്, വെള്ളാടിയിൽ ഫാൻസി ഉണ്ട്. കോമഡി അതല്ല, എന്റെ ഇമെയിലിൽ മറ്റേ ഫോണിൽ കിടപ്പുണ്ട്, പഴയ ഫോണില്. ഞാൻ ഇന്നലെ വെളിയിൽ ഇറങ്ങിയതും എന്റെ ഫോണില് ഗെയിംസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവന് ഓരോ ഗെയിം കളിക്കുമ്പോ പരസ്യം വരുമല്ലോ, അപ്പൊ അടുത്ത ഗെയിമിന്റെ അത് ഡൗൺലോഡ് ചെയ്യും, അപ്പൊ അടുത്ത പരസ്യം വരും, അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യും. ഞാൻ നോക്കി അപ്പൊ അതില് ഡൗൺലോഡ് ആവണതല്ല എന്റെ ഫോണിൽ ഡൗൺലോഡ് ആവും. ഞാൻ ഇത് ചോദിച്ചപ്പോ വിച്ചുനെ കള്ളത്തരം പൊക്കിയതിന്റെ എക്സ്പ്രഷൻ. ഞാൻ നീ എത്ര ഗെയിം ഡൗൺലോഡ് ചെയ്തടാ? ചാരു, ഞാൻ അറിയാതെ ചെയ്തത് ചാരു. അമ്മ വിളിക്കില്ലല്ലേ, ചാരു എന്നാണല്ലോ വിളിക്കുന്നത്. ചാരുന്നേ വിളിച്ചു. ചാരു ഒരു നീട്ടൊരു വിളിയാണ്. ചാരു അറിയാതെ ചെയ്ത ചാരു, ഇനി ഞാൻ ചെയ്യൂല ചാരു, സോറി ചാരു. മാല കിട്ടിയില്ല. കുട്ടി നിക്കർ വിട്ടോണ്ട് അതും എന്താണ് ഫാൻസി ആണതേ, സിനിമ അത് ഫാൻസി ആണതേ, തനിമ. നിക്കർ വിട്ടിട്ട് നടക്കാൻ വേണ്ടി വീട്ടിൽ നിക്കർ നിക്കർ ഞാൻ പറഞ്ഞ നിക്കറുടെ മാന്യമായ വേഷം ധരിക്കണം മിസ്റ്റർ, പുറത്തിറങ്ങുമ്പോ. പരിപാടി കാലും അത് എന്റെ കുറ്റോ? എന്റെ കുറ്റമാണോ? മതില് ചാടി പോകുന്നു. അവിടെ കറുത്ത നൂലേ ഇല്ല. മാലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ചാക്കോസിനായിരുന്നു. മാല ഇല്ലാത്തതിന്റെ ഒരു കുറവ് എങ്ങനെ നികത്തും? ഈ മാല എടുത്തിട്ടാല് ആ മാലയൊരു കുറവ് വരും കേട്ടോ. വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇതെടുത്തത്. രുദ്രാക്ഷത്തിന് എവിടെ പോകും? വിളിച്ചിട്ട് ഒരു കറുത്ത നൂലൊപ്പിക്കാൻ പറഞ്ഞാണ്. അല്ല, ഇടിപ്പിക്കട്ടെ. അവനായോണ്ട് പറയാൻ പറ്റൂല. ഇത് മതിയോ അളിയ? അളിയ ഇത് മതി, അളിയ നിനക്കാണ് ഇത് മതി എന്ന് ഞാൻ ആര് പറയുള്ളൂ. ഹലോ ഹലോ മിസ്റ്റർ പെരേര. എന്തിനാണ് സുഖങ്ങളൊക്കെ തന്നെ? നമ്മൾ വീണ്ടും വന്നിച്ചു. നമ്മളങ്ങനെ വീണ്ടും ഒരുമിച്ച് സുഹൃത്തുക്കളെ. ഇതേ നിക്കറ് തന്നെ കഴിഞ്ഞില്ലടാ. ചൊറിയോടാ. പിന്നെ വല്ല അസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ അവനും കൂടെ കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ തിന്നും. ഞാൻ പട്ടിണിയടാ. ചെറുക്കന്റെ ബിസ്ക്കറ്റ് ആണോ നീ എടുത്തോണ്ടോ? കവർ എടുത്ത് വെച്ചാ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചാടാ. വലിയ ബാഗ് എന്തിനാന്നു? മറ്റവന്റെ ക്യാമറ ഇതിന് കഴിക്കും, ജിമ്മിന്റെ ഷൂട്ടിന്. ഇതാരാ? എന്റെ കൂട്ടുകാരന്റെ ക്യാമറ. ഞാൻ അടുത്ത മാസം പുതിയത് എടുക്കോളെ. നിങ്ങൾക്കപ്പൊ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. ബർത്ത്ഡേ ചെലവ് കയറാം. നമുക്ക് എങ്ങോട്ടാ പോയി? നെറ്റേ പോണോ? നെറ്റേ പോണോ? നീ പറ, എനിക്ക് അറിഞ്ഞോ. എടാ ലൊക്കേഷൻ കറക്റ്റ് ഏതാണ് നല്ലത്? ആ വീഡിയോ എടാ ലൊക്കേഷൻ കറക്റ്റ് ഏതാണ് നല്ലതെന്ന് പറയാം. അമ്പൂരി അല്ലെങ്കിൽ നീ പെട്ടെന്ന് പോണമല്ലേ?
എന്നെ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? കഴിഞ്ഞ നീയല്ലേ പറഞ്ഞു ഇവിടെ നിന്ന് വളവ് തിരിഞ്ഞ് അവിടെ എത്തും. എവിടെ നിന്നായിരുന്നാലും നിന്റെ എവിടെ നിന്നായിരുന്നാലും എന്റെ എവിടെ നിന്നായിരുന്നാലും ദൂരമുണ്ട്. എത്ര കിലോമീറ്റർ ആണ് ഇനി? വളവ് തിരിഞ്ഞ പിന്നെ വളവില്ല, പിന്നെ ഓടി എത്തോണം നമ്മള്. ഇതിലും ദൂരമുള്ള സ്ഥലത്ത് നമ്മളൊന്ന് ഓടിപ്പോയി ചെറിയ കീഴിൽ. നീ അഭിനയിക്കുന്നു, നമുക്കല്ലേ അറിയൂ ബുദ്ധിമുട്ട്. അപ്പൊ നട്ടിച്ചേട്ടൻ വീഡിയോ കാണാതെയാണോ പറയണത്? അത് ഏത് നമ്മളെ മറ്റേതായി നമ്മളെ മറ്റേ പഞ്ചാര ഉമ്മ പഞ്ചസാര അത് എല്ലാം എല്ലാം പടപടലായിരുന്നു. നമ്മളെ കൊഞ്ചി കൊഞ്ചി കയറി എന്റെ എക്സ് വരെ എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞ് ഇത് നീ എടുത്തതാണെന്ന്. ഞാൻ പറഞ്ഞു ഓ എനിക്ക് ഇതേപോലെ എടുത്തു തരുമോ? ഞാൻ എടുത്താന്ന് തോന്നി. ഈ ഡ്രസ്സാണ് ഷർട്ട്. ഡ്രസ് എടുത്താ ഞാൻ ബാഗിൽ ഉണ്ടാകുന്ന ഇങ്ങനെ എന്റെ ബാഗിൽ എങ്കിൽ ഞാൻ മറ്റേ സായി പല്ലവിയുടെ ഡാൻസ് എടുക്കും. എനിക്കൊരു ഡാൻസ് എടുത്തു തരണേ. മറ്റേ എന്തിനു മറ്റേ സിദ്ധയിലെ പാട്ടുണ്ടല്ലേ അതല്ലേ? എടാ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ ഷർട്ട് മറ്റേ കുർത്തയും കൂടെ അങ്ങനെന്തോ പാട്ടിന്റെ പേര് ഹെലിസോ ഹെലിസ അങ്ങനെന്തോ അല്ലേ? ഹെലിസ വന്നില്ലേ അതന്നെ വന്ന് വന്ന് പൊടി വന്ന് വന്നില്ലേ ഒരു ലോഡ് വന്നു പുല്ലെല്ലാം കിട്ടി ബ്ലോഗിൽ. നീലക്കണ്ണുള്ള മാനേ. എന്റെ എന്റെ മാച്ച് ഡ്രസ് ഉണ്ടോ? ബ്ലൗസിന്റെ കളർ എന്നെ ഞാൻ മെനിങ്ങാന്ന് ഞാൻ ഇന്നലെ വിളിച്ചിട്ട് എടി കോസ്റ്റ്യൂം സെറ്റ് ആക്കണം. എന്റെ എല്ലാം ഉണ്ടോ? ഞാൻ ഒരു ബന്ധമില്ലാത്ത അവളെ കളർ വയ്ക്കണത്. എടാ അത് പാവാടയും ബ്ലൗസും ഒരേ മെറ്റീരിയലാണ്. നിന്റെ ഭാഗ്യം ഞാൻ സെയിം ആയിട്ടത്. ഇപ്പഴാണ് ഓർമ്മ കോപ്പറേറ്റ് അടിക്കും വീഡിയോയിൽ. യൂട്യൂബ് ഇടാവുള്ളതല്ലേ നീ പാടി അങ്ങനെ തന്നെ വേണം. ദൈവമായിട്ട് മഴ നിർത്തി തന്നേക്കാണ് സത്യം. ചൂട്ട് തീരണ ഒരു ക്ലൈമറ്റിൽ ആളെ കിട്ടി. അത് കോസ്റ്റ്യൂം ഞാൻ നോക്കി, പക്ഷെ ബ്ലൗസ് എന്റെ ഇതേ കളറിന്റെ ബ്ലൗസ് ഉള്ളത് മതി. ഇത് മതി, ഇത് മതി. നമ്മള് നിന്റെ കയ്യില് പറഞ്ഞ അതെ പപ്സ് കയ്യിലാ കാലിൽ എവിടെ നമുക്ക് എന്തല്ലേ പഫ് കൈ മാങ്ങയുടെ കഴുകിട്ട് സാന്ത്വന സീരിയലത്തേക്ക് എടുത്തേണ്. ഈ സാന്ത്വനോ കോപ്പറേറ്റ് അടിക്കുന്ന നീ അത് കോപ്പറേറ്റ് ഇട്. ഞാൻ പാട്ട് പാടേ വിടുന്നത്. ട്രെയിനും പോയി മഞ്ഞയും കത്തി എന്താ പൊക്കാത്തത്? അടുത്ത മഴ വേണ നോക്കിയിരിക്കും. അന്നും പോണ അന്ന് പോണ വഴി എവിടെ പറഞ്ഞടാ അവന് പണി കൊടുക്കാണ് എന്ന് വെച്ചാ അന്ന് നമ്മള് എന്താ പറഞ്ഞത്? അല്ല ഇവള് പറഞ്ഞേ അന്ന് നിങ്ങൾക്ക് സമയത്തിന് ഇറങ്ങിയത് നമുക്ക് ചെയ്തവന് പണി കൊടുക്കാം. അവൻ രാവിലെ നീ എത്ര മണിക്ക് ഇറങ്ങിയെന്നാ? ചുമ്മാ 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 വിദ്യകളൊക്കെ 5 മതി. അല്ല പേടിക്കണ നീ കാണണോ? അല്ല ചെയ്തേ കാണണോ? കാലിന്ന് മണ്ണെന്ന് വലിച്ചു പോവാ ഇല്ല. കള്ളം പറയൂ അല്ലേ? വക്കീലിനോടും കരുനാക്കുള്ളവരോടും കള്ളം പറയരുത്. ഡോക്ടറോടല്ല കരുനാക്കുള്ളവരോടും. എടാ നോക്കിയെല്ലാം വെച്ചല്ലേ വിഷയല്ല. ഇനിയുള്ള അങ്ങനല്ല നമ്മുടെ ഇടയിൽ നമ്മുടെ ഇടയില് വേറൊന്നും കാറ്റൊക്കെ ഉണ്ടേ. പാലോ ഇടിഞ്ഞ കാറിനൊക്കെ എന്തേ പറഞ്ഞേ? രണ്ടും അങ്ങ് പോയി എനിക്കങ്ങ് പോവായിരുന്നു. നമ്മള് ചവിട്ടി സൈക്കിൾ ചവിട്ടി അങ്ങ് വരുമല്ലേ? വെള്ളത്തിൽ കൂടെ ചില്ലറ പ്രശ്നമൊന്നും അല്ലല്ലോ. എനിക്ക് ഈ ഒരു വീഡിയോ പ്രതീക്ഷയുണ്ട്. എടാ നമ്മളെ പാട്ട് കൊഞ്ചി കൊഞ്ചിയോ കിളിപ്പോയല്ലേ കിളിയല്ലേ
സെയിം വീഡിയോ തട്ടി മൂക്കി തട്ടി അതും ചെയ്ത് കൊഞ്ചു കുഞ്ഞു എത്ര പേര് ചെയ്തെന്നറിയാം. നമ്മളെ രണ്ടുപേരും മെൻഷൻ ചെയ്തിട്ട് നമ്മളെ ഒരു പെണ്ണ മേനും ചെയ്തില്ലേ? അനന്തം ചെയ്തു. അന്നും ചെയ്തോ? ഇപ്പൊ ചെയ്ത് മെനങ്ങാന്നോ അങ്ങോട്ട് ഇന്നലെ അവൻ പോസ്റ്റ് ചെയ്തു. എനിക്ക് ആ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് റീൽസ്. എനിക്കാണെ ചിരിയാണ് പറഞ്ഞത്. എന്റെ ഒരു സാധനം അല്ല അത് അവര് കമന്റ് ചെയ്തിരുന്നു. ദിലീപിന്റെ സ്റ്റെപ്പ് എന്തോ പോലെ തോന്നി, ഇവര് ചെയ്തത് കൊള്ളാം. കാരണം നമ്മൾ അതേ സ്റ്റെപ്പ് അല്ല ചെയ്തത്. നമ്മള് പക്ഷെ ഓപ്പോസിറ്റ് ആണ് കളിച്ചത്. ഒരു കരിക്കെടുത്തിടായിരുന്നു കാറില്. നിന്നെ അമ്മക്കറിയാം. കണ്ടില്ല അമ്മ, കണ്ടില്ലേ? തിരിച്ചുവരാൻ കയറാം. ഇതാണ് അവന്റെ സീരിയലിലെ. അപ്പൊ ഇവളുടെ കണ്ണു കൊണ്ടിട്ടുള്ളൂ ഇങ്ങനെ. അയ്യോ അമ്മ, നീ കണ്ട സീരിയല്? ഇവിടെ കണ്ണു പോവടെ അളിയാ. ഒട്ടും വിശപ്പില്ലാത്ത എങ്ങനെയുണ്ട്? ഇടാനുണ്ട് ക്യാമറ എടുത്തപ്പോ മാറിപ്പോയി. സ്റ്റിക്ക് മാറി പിടിച്ച് ഇത് സൂം ചെയ്യാൻ പറ്റൂല ഇതില്. എങ്ങനെ സൂം ചെയ്യാം? ചേട്ടാ ചെറുപഴത്തിന് എന്താ മൈസൂർ ഒരെണ്ണം. അരെ ബംഗാൾ ബായ് ഊട് റെഡി. അങ്ങനെ ചാരുവിൻ്റെ ആണി പോയിരിക്കുകയാണ്. കമ്മിലിൻ്റെ ആണി കത്തം കിട്ടിയോ? കൊണ്ട് കളയുമ്പോൾ ആലോചിക്കണം. കൊണ്ട് കളയുമ്പോൾ ആലോചിക്കണം. കൊണ്ട് കളയുമ്പോൾ ആലോചിക്കണം. സങ്കടപ്പെടണ്ട. പോയി ഗൈസ്, പോയി ഗൈസ് അവളുടെ ലോക്കറ്റ് കഥം. ഓക്കെ അവൻ്റെ ഇനി എന്ത് വാങ്ങണം അവനക്ക്? ലോക്കറ്റ്. ലോക്കറ്റ് റോക്കറ്റ് അല്ല, ലോക്കറ്റ്. അവനെ വിളിക്കുന്നു. ചേട്ടാ എന്നെ വിളിക്കുന്നു. എന്തോന്നു? കഴിഞ്ഞ ഞാൻ മേടിക്കുന്ന അവന് കൊടുക്കുകയാണ്. എനിക്കിട്ട് തന്നില്ലാന്ന് പറയരുത്. നീ ഇതാണ്ട് ഇത് മതിയല്ലേ ചാക്കോന്റെ? നീ ആ ഇതെടുത്ത് മാറ്റി. അതെടുത്ത് മാറ്റി. ലോക്കറ്റ് മാറ്റി. ഇത് മാത്രം അത് മാത്രം എങ്ങനെ ഇടാൻ പറ്റും? നീ വാടാ, സമയമില്ല. അപ്പൊ നമുക്ക് പോണ്ടേ ഗൈസ്? അപ്പൊ നമ്മള് പോവുകയാണ്. ഏത്? എടാ അത് ഇളക്കാൻ പറ്റും. ചരട് മാത്രമായിട്ട് ഇടാൻ പറ്റും. ഇത് ചാര് ഇത് പിടിക്ക് അങ്ങോട്ട്. ഇതിനെ മാത്രം ഇന്നേക്കൊരു പൊടി സന്തോഷം നോക്കിയാണ്. ഇത് കേട്ടാ എന്തൊക്കെ ഞാൻ കാണാൻ. സ്വർണ്ണം തണുക്കുന്നുണ്ടോ? തക്കൂലല്ല എൻ്റെ. അവരൊരു നിക്കറി ഷർട്ട് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. ചാക്കോച്ചൻ റെഡി. എന്തൊരു ചാക്കിട്ടച്ചാനാ? ചാക്കോച്ചൻ റെഡി എന്ന് എന്നെ ഒരുമാതിരി കഴുത്തിൽ മറ്റേ ലോക്കൊക്കെ ഇട്ടിട്ട് ആൾക്കാർ കാണുമ്പോ ചിരിക്കും കേട്ടോ. കിട്ടിക്കൊണ്ടിരിക്കുക എന്നെ തോന്നുന്നു.
ഞാൻ ആരാടാവേ? നീലക്കുയില, ശിവൻ, കഴുത്തിൽ സർപ്പം, പെടലി. ക്യാമറ നോക്കണേടാ, പോക്കി പോലെ. ഒന്നുകൂടി റെക്കോർഡിങ്. പഴം നീ ആ 5-6 ഷോട്ടൊക്കെ എടുക്ക വേണ്ട. എന്തിനി കുത്ത? ആ ഓക്കെ ഡൺ. അത് ഞാൻ യോജിക്കുന്നു. മഞ്ഞ് അത് ഇത് മഞ്ഞ് മഴയുണ്ടോ? അല്ല മഴ തേച്ച് 2 ആട്ടക്കാർ വന്നതാണ്. ഇത്ര സമയം എന്റെ എത്ര ഇതെന്ന് പറയാ ടേക്ക് പോയതാ. നീ 5 ടേക്ക് എടുത്താ നടന്നു പറഞ്ഞത്. ഒരുത്തരത്ത് നടന്നു വരാൻ പറഞ്ഞ ചാടാൻ ചവിട്ടാൻ. ഗൈസ് വട്ടത്തിൽ തേഞ്ഞു. ഇവിടെ നല്ല മഴ. നായികനും നായികയും ഇവിടെ നിൽപ്പാണ്. എന്തുവാ ഇത്? ഇതിൽ പോസ്റ്റ് ഉണ്ട്? ഇല്ല പോസ്റ്റ് ഇല്ല. ഇതിൽ പോസ്റ്റ് വരണം, അതാണ്. ഓ, ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു. ഇനി രണ്ടാമത്തെ ഭാഗം എടുക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു ഇവിടെ. കുറേ നേരം, ഒരു അരമണിക്കൂർ എന്തോ മഴ ഉണ്ടായിരുന്നു. എനിക്ക് ഗോപ്രോ ഓണായി. അതെന്താടി അങ്ങനെ? എന്നെ എവിടെ വേണോ കൊണ്ട് അത്ര സംസ്കാരമുള്ളവരാ, അത്ര പരമ ചെറ്റയാണ് ഞാൻ. നീ ഏത് നാറിയുടെ വീട്ടിലും എന്നെ കൊണ്ടുപോകുന്നത്? ഒരുത്തരും ഞാൻ പരമ ചെറ്റയാണെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. രണ്ടാമത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. മഴയുണ്ടെങ്കിൽ പൂട്ടി കെട്ടി വയ്ക്കും, മഴയില്ലെങ്കിൽ എടുക്കും. ഇനി നെയ്യാർ ഡാം എത്തി നമ്മൾ. അങ്ങനെ നമ്മുടെ ഷൂട്ട് തീർന്നു അല്ലേ? ഷൂട്ട് തീർന്നു. ഇവിടെ നമ്മുടെ നടിയുടെ നടിയുടെ ഷോട്ട് കഴിഞ്ഞ് ഇവിടെ. അപ്പൊ ഞാൻ പൊട്ടനാണ്. നമ്മള് നെയ്യാർ ഡാമിലാണ് സുഹൃത്തുക്കളെ. ഇവിടെ വൻ മാരക ഷൂട്ടാണ്. ക്യാമറമാൻ ജയദേവിനോടൊപ്പം ആക്ടർ, സീരിയൽ താരം, സീരിയൽ മേഖലയിൽ. നോക്കട്ടെ കാണിച്ചാണ്. ഫോട്ടോ കാണിച്ചാണ്. വാവ് കൊള്ളാം. മതി. ഇതാണ് നെയ്യാർ ഡാം, നമ്മൾ അവസാനത്തെ ലൊക്കേഷൻ. എല്ലാം സെറ്റായി. മഴ നമ്മളെ ചതിച്ചു എങ്കിലും നമ്മൾ മഴയെ ചതിച്ചു അല്ലേ? നമ്മൾ മഴയെ ചതിച്ചു. ആ മഴ മഴയാണോ? മഴ നമ്മളെ ചതിച്ചു. അയ്യോ, ഇതൊക്കെ തോമസ് കുട്ടി ഓടിക്കൂടെ മഴ എന്റെ ഇല്ല എന്റെ അമ്മേ. അയ്യോ, വീഡിയോ ഉടുപ്പുണ്ടോ? അയ്യോ, എണ്ണത് ലൈറ്റില്ല, ഇതിനകത്ത് ലൈറ്റില്ല. പാവം പിള്ളേര്.
ഭയങ്കര ക്ലൈമറ്റ് അമ്മി. ഞാൻ സെർച്ച് ചെയ്തോ ഭയങ്കര കാറ്റ്. 50 ഭയങ്കര കാറ്റ്. എടാ നമ്മൾക്ക് ഈ വ്ലോഗ് ഇടാൻ പറ്റുമോ? 85 ഗൈസ്, ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഞങ്ങളെ ഗോപ്രയും ഞങ്ങളെ വീഡിയോ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത്. ഭയങ്കര കാറ്റും ഭയങ്കര മഴ. ഭയങ്കര എന്ന് പറഞ്ഞാൽ അമ്പൂരി മാത്രമല്ല ട്രിവാൻഡ്രത്ത് മൊത്തം ഭയങ്കര കാറ്റും മഴ എന്നൊക്കെയാണ് അറിയുന്നത്. അബീരെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിരുന്നപ്പം, ശരണ്യരെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചില്ല, എന്റെ വീട്ടിൽ നിന്ന് മാത്രം വിളിച്ചില്ല. അവർക്കെന്നെ വേണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കാറ്റും മഴയും. നമുക്ക് റോഡൊന്നും കണ്ടുകൂടാ, പേടിച്ചാണ് ഓടിക്കുന്നത്. നല്ല പാട്ടും മരം ഒടിഞ്ഞു വീഴുന്നു. പെട്ടു. ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്ത് ചെയ്യണം? പൊക്കിയെടുക്കാൻ ഞാൻ ഹനുമാനാ. ഗൈസ്, അങ്ങനെ നമ്മളെ വീഡിയോഗ്രാഫറിനെ കൊണ്ട് വീട്ടിലാക്കി. അതുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. സീരിയൽ നടീന കട്ട ഫാനാണ് അമ്മ. എന്താ ഉപ്പോ പോയിട്ട് രാമ ചാടിയോ? കിട്ടി 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 കിട്ടി. നീയും വല്ല സീരിയല്ല സിനിമയിലൊക്കെ അഭിനയില്. അറിയാണ്ട് ഏതാ പുതിയ സീരിയൽ തുടങ്ങാൻ പോണെന്നൊക്കെ പറയാനായിട്ടൊന്ന്. എന്ത് ഇറങ്ങോടെ കറണ്ടും പോയി. പോട്ടോ പിന്നെ പോട്ടെ. അപ്പൊ നമുക്ക് പറ എന്തിനാണ് ഫുഡ്? തട്ടയുടെ വന്നിട്ട് എന്ത് ഫുഡ് വേണം പറ. നീലക്കുയില നിന്റെ അടുത്ത് കഴിക്കാണ്ടെന്ന് ചോദിച്ചാൽ മഴയുടെ അറിയില്ലല്ലോ. ചിക്കൻ പെരട്ടുണ്ട്, ചിക്കൻ മസാല ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ചിക്കൻ കൊത്തു പൊറോട്ട ഉണ്ട്, ബീഫ് കൊത്തു പൊറോട്ട ഉണ്ട്, ചിക്കൻ നിധി പൊറോട്ട. നിധി അത് ഞങ്ങൾ കൊടുക്കുന്നത്. നിധി പൊറോട്ട. നിധി പൊറോട്ട എന്ന് പറയുമ്പോൾ കിഴി പൊറോട്ട കയറി ഞങ്ങൾ ഓംപ്ലേറ്റിൽ സെറ്റ് ചെയ്ത് തരും. ഇവിടെ ദോശ സിംഗിൾ. നിനക്കെന്തരാണ് അടി? ചിക്കൻ കൊത്തു പൊറോട്ട ഉണ്ട്. നീ ഒരു കാര്യം എവിടെ പിടിച്ചാൽ വണ്ടിക്കകത്ത് വരും. ബീഫ് കൊത്തു പൊറോട്ട. എന്നാ ശരി, എനിക്ക് ചിക്കൻ കൊത്തു പൊറോട്ട. ചിക്കൻ കൊത്തു പൊറോട്ട. പൊറോട്ടയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇതേ ഉള്ളൂ. എന്നാലും തീരെ കട്ടയായിട്ടായിരിക്കും. തിന്നാനാ വന്നത് നനയ്ക്കാനാ വന്നത്? ആ എന്താടി എവിടെ ചെന്നാലും ഊക്ക് വാങ്ങാൻ വേണ്ടി മാത്രം. അതെ പിന്നെ സുഖം തന്നെ. പിന്നെ ഇന്നലെ തുറന്നില്ലല്ലോടാ? ഇന്നലെ തുറന്നില്ല, ഇന്ന് തുറന്നു. ഇതാണ് നമ്മളെ ചെറുക്കൻ്റെ തട്ടട. അല്ലെ പറഞ്ഞോളൂ എന്തിനാണ് ഇതാണ് ഞങ്ങൾ തുടങ്ങിയ തട്ടേട. എല്ലാവരും പറഞ്ഞു കല്യാണം വിളിക്കുന്നത് പോലെ പറയാനുണ്ട്. ഇടിയപ്പം, ദോശ, പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എല്ലാം ഉണ്ട്. അതിനേക്കാളും നല്ലത് മെനു ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ പോരെ. മെനു ഞങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്യാണ്. അല്ലെ മറ്റേ സാധനം എപ്പോൾ ഇറക്കുള്ളൂ? മീൻ. ഞങ്ങൾ പിന്നെ മീൻ പൊള്ളിച്ചതും കൂടെ ഇറക്കി ഉടനെ അതും കൂടെ വയ്ക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ വയ്ക്കുന്നില്ല. മഴ കഴിയട്ടല്ലേ? ഒന്ന് കഴിഞ്ഞ് ഒതുങ്ങി വന്നിട്ട് മീൻ പൊള്ളിച്ചതും കൂടെ. നമ്മള് അമ്പൂരി പോയിട്ട് തിരിച്ചു പറഞ്ഞ വഴിക്ക് മരവ് പൊടിഞ്ഞു പോയി. മരവ് വീണ പൊടിഞ്ഞ ഞാൻ നമ്മളെ ഫ്രണ്ടിൽ വന്ന് വീണത്. നമ്മള് വഴി തെറ്റി എന്നാ ഈ വഴിയാണ് വരാൻ. ദുരവസ്ഥയാണ്. പറ ഇപ്പോഴത്തെ ഈ മഴയെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മൾ പറഞ്ഞ വഴിക്ക് നമ്മൾ ജസ്റ്റ് മിസ്സിന് ഒരു മരം തീർന്നില്ല. പക്ഷെ ഇനി തുടങ്ങി നമ്മള് തുടങ്ങി. നാളെ തട്ടുകട പൂട്ടും എന്നാണ് അവര് പറയുന്നത്. തട്ടുകടയുടെ തൊട്ടു മുകളില് KV വിദ്യാലയത്തിന്റെ അവിടെ ഒരു മരം നിൽക്കൊണ്ട് ഈ മരം പൊളിഞ്ഞു വീഴുന്നാണ് ചേട്ടൻ പറയുന്നത്. എടാ പറയണ
നാളെ കട തുറക്കണല്ലേ? നാളെ കട തുറക്കണല്ലോ. ഒന്നാമത് ഇവിടെ ഇത് കേന്ദ്രീയ വിദ്യാലയം സ്കൂൾ നീ നേരെ സ്കൂളിൽ രാവിലെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറഞ്ഞ് രാവിലെ മരം മുറിപ്പിക്കാനുള്ള പറയേണ്ട അവസ്ഥയാണ്. കാരണം ഇന്ന് സ്കൂൾ തുറന്നതേ ഉള്ളൂ. സ്കൂളിന്റെ അവിടെ നിൽക്കുന്ന ഈ സൈഡ് മുഴുവനും മരങ്ങളാണ്. അതിലൊരു തേക്കിന്റെ ചില്ലെല്ലാം ഒടിഞ്ഞ് പിള്ളേരുടെ ദേഹത്ത് വീണു. ഈ ലൈൻ കമ്പി തട്ടി വീണത് കൊണ്ട് വലുതായിട്ട് അവരുടെ ദേഹത്ത് തട്ടി. അപ്പൊ ആരാണ് ഉത്തരവാദി? സ്കൂളുകാരല്ലേ? സ്കൂളുകാർ ഇത് ശരിക്കും പറഞ്ഞു പ്രവർത്തിക്കേണ്ടതാണ്. കേവിക്ക് നാളെ അവധി. മഴയ്ക്ക് മുമ്പേ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളായിരുന്നു. പിന്നെ എല്ലാം ചരി നിൽക്കുകയാണ്. അതിൽ ഉൾപ്പെടെ അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ അവൻ സീരിയസ് ആവും. പിന്നെ സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നല്ല നാളെ പ്രിൻസിപ്പാൾ ഇവിടെ തട്ടിട്ട് പോലെ. അതാണ് കച്ചവടം. ഇല്ല അല്ല അങ്ങനെയല്ലടാ, കച്ചവടം പോകുമ്പോ കൊച്ചു പിള്ളേരൊക്കെ പിന്നെ ഞാൻ ഇവിടേക്ക് മാമൻ നിൽക്കുന്നു. മാമൻ ഓടുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഓടിച്ചെന്ന് ഞാൻ അവരുടെ അതിലെ പോലെന്ന് പറഞ്ഞ് പിന്നെ തേക്കിന്റെ കൊമ്പെല്ലാം മാറ്റിയിട്ടാണ് പോയത്. ആ ലൈൻ എങ്ങാനും പൊട്ടി വീണ പ്രശ്നമാണ്. ഇതേപോലെ തന്നെ എല്ലായിടും നന്മ അല്ലേ, നന്മ ഉണ്ടെങ്കിൽ ഇതുള്ള അല്ലേ അല്ലേ. പിന്നെ ഞങ്ങളുടെ ഫുഡും അങ്ങനെയാണ്. ഞങ്ങൾ നല്ല രീതിയിലാണ് ഞങ്ങൾ ഇതിനകത്ത് അജിനോമോട്ടോ ചേർക്കാറില്ല. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് മാക്സിമം തീർക്കാറേ ഉള്ളൂ. തീർന്ന് ബാലൻസ് ഒന്നും ഞങ്ങൾ പറയാറേ ഉള്ളൂ. കാരണം അജിനോമോട്ടോ ഇടുന്ന ഫുഡ് പിറ്റുന്നത്തേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളങ്ങനെ ഇട്ടത് പിറ്റുന്നത്തേക്ക് എടുക്കാറുള്ളൂ. അതെ, ആ സാധനം എന്താണെന്ന് മനസ്സിലാണ്. അജിനാമോട്ടോ എന്താണെന്ന് നിനക്കറിഞ്ഞൂടാ അത് യാത് ബീഫെന്ന്. എവന്റെ കടയാണ് എന്ന് ഇടേ നിനക്കറിഞ്ഞൂടാ അത് യാത് ബീഫെന്ന്. എല്ലാം ഒരേപോലെ ഇരിക്കില്ല. കൊത്തോറോട്ടോ പീസ് എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ഒഴിക്കട്ടാ സോസ് വേണ്ട. സോസ് വേണ്ട. കൊത്തു പൊറോട്ട വന്നപ്പോ നാക്കി കൂടെ ഒക്കെ വെള്ളം ഓടണോ. ഇനി ഇവിടുത്തെ ഫുഡിന്റെ പ്രത്യേകത എന്താണെന്ന് നാളെ ഞാൻ പറയാം. നാളെ ഞങ്ങൾ കട അവധിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ മതിയോ. ഞങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ട്. നിങ്ങളുടെ തട്ടുകട ഏറ്റവും നല്ല പ്രത്യേകത ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. 6 കിലോമീറ്ററിൽ ഞങ്ങൾക്ക് ഫ്രീ ഹോം. നിനക്ക് അടുത്ത് തന്നെ 6 കിലോമീറ്റർ ആണെങ്കിൽ. നമുക്ക് ഇതൊന്ന് തിന്നു നോക്കാം. എന്റെ കൊത്തു പൊറോട്ട പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ വന്നു ആ ചിക്കൻ്റെ കളർ നോക്കും. എപ്പോഴും ചിക്കനാണ് കഴിക്കുന്നത്. ബീഫ് പേര് ഇത് ഈ വീഡിയോ പോയിട്ട് ഒന്നും തോന്നല്ലടാ. നമ്മളേക്ക് വന്നപ്പോ പ്രശ്നം കയറിയതാണ്. നിനക്ക് അടുത്ത വരവിൽ വാങ്ങിച്ചേരാം. പിന്നെ വീട്ടില് കറണ്ട് ഇല്ല. ഉള്ളോടാ ഒരു പിടി കഴിച്ചു. നീ പറ, എനിക്ക് നല്ല ഇറങ്ങൂലേ സീരിയസ് ആയിട്ട്. എടാ എനിക്ക് ഇറങ്ങൂല, അമ്മ ഇറങ്ങൂല, ഇവിടെ ഇരിക്കണേ. അതെ നീ പറയാ നമ്മൾ പോകൂലേ ഇവിടെ നിന്ന്. ഞാനും വണ്ടി കയറി ഇരിക്കും ഫ്രണ്ടിൽ. എടാ നീ ഒരു കാര്യം ചെയ്യ്, എവിടെ ഇവിടെ നിർത്തണം. എവൻ തിരിച്ചിരിക്കണേന്ന് നീ എന്തിനാ ചിരിക്കണ? നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. എടാ നീ നിക്കാൻ വേണമെങ്കിൽ എടാ എനിക്ക് അമ്മനെ ഇറങ്ങൂല. നീ പറ. പോടാ ഇനി എന്തിനാ ഇറങ്ങ. എടാ പറ. പോടാ. നീ എന്തുണ്ടാ ചിരിക്കണത്? നമ്മളേന്ന് പൈസ മേടിച്ചില്ല ഗൈസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പോവാലേ? അതെ നിർബന്ധിക്കണം. നമ്മൾ പോണേ. ഞാൻ ഗൂഗിൾ പേ ചെയ്തു.
അതെ അങ്ങനെ പറയാം. അടി ഇറങ്ങൂലടാ എനിക്ക്. അപ്പൊ ശരി, കണ്ടതിൽ സന്തോഷം. നമ്മൾ വരെ ഇടയ്ക്ക് പോട്ടോ. പൈസ വാങ്ങിച്ചില്ല ഗൈസ്, നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്. പാഴ്സലും മേടിച്ച് ഫുള്ള് കഴിക്കാൻ ജീഫ് വന്ന് 3 പെറോട്ടയാണ് തന്നത്, കൊത്തു പെറോട്ട. 3 പെറോട്ട ഒന്നും ഒരിക്കലും നമുക്ക് താങ്ങൂല. ഇത് ബീഫ്, ഇത് ചിക്കൻ. സത്യം അല്ലേ? നല്ല ഫുഡായിരുന്നേ. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വൃത്തിയുണ്ട്. നമ്മളെ പട്ടത്ത് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫ്രണ്ടിലാണ് കട. കടയുടെ പേര് ദേവാമൃതം. ദേവാമൃതം എന്നാണ് കടയുടെ പേര്. അമൃതം പോലെ നല്ല ആരെ കണ്ടില്ലേ നമ്മളെ വിനീത് ചെന്ന് കണ്ടാൽ അവിടെ നിപ്പുണ്ട്. ചെറുക്ക് ഓടി നടന്നൊക്കെ ഇവിടെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ അവന്റെ വെള്ളത്തൊപ്പി വെച്ചാണ് അവൻ. ഓ യോ. നല്ല ഫുഡായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കൗണ്ടർ അടിക്കുകയാണെങ്കിൽ കുറച്ചു നേരം അവൻ്റെ കൂടെ ഒന്ന് കൗണ്ടർ അടിച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് കുറച്ച് കൗണ്ടർ കിട്ടും. അപ്പൊ ശരി, ബൈ. ഭയങ്കര കാറ്റ്, സൂക്ഷിച്ചു പോണം. ഓക്കെ ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് പോട്ടെ ചാച്ചാ. എത്തിയിട്ട് മെസ്സേജ് ഓ ചാച്ചാ. ഗൈസ് അങ്ങനെ നടീനെ വീട്ടിലാക്കി. പാവം, നല്ല മഴ കേട്ടാ ഗൈസ്. അപ്പം ഞാനും ഇനി വീട്ടിലോട്ട് പോട്ടെ. അപ്പോൾ വീട്ടിൽ ചെന്ന് കാണാം. നല്ല മഴയും കൊടുങ്കാറ്റും. ഓക്കെ.